ആത്മാവിൻ്റെ പരിശുദ്ധി കൊണ്ട് ജഡകീയമായ സ്വഭാവങ്ങളിൽ നിന്ന് ജഡത്തെപ്പോലും പരിരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവൻ്റെ നിയമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നിയമങ്ങൾ പ്രായോഗിക തലത്തിൽ വരുത്താൻ പറ്റുന്ന പ്രകൃതിയിൽ അതതു കാലത്ത് എങ്ങനെയാണോ ആ നിയമങ്ങൾ പരിശുദ്ധമായി തെളിഞ്ഞു നിൽക്കേണ്ടതെങ്കിൽ അങ്ങനെയുള്ള ജഡമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അയക്കപ്പെടുന്ന തിരുദൂതന്മാരെ സംവിധാനിക്കുന്നത്. വമാ അർസൽനാ ബിറസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാ. എല്ലാവരാലും അനുസരിക്കപ്പെടാൻ വേണ്ടിയാണ്, കീഴ്വണങ്ങപ്പെടാൻ വേണ്ടിയാണ്, വഴിപ്പെടപ്പെടാൻ വേണ്ടിയാണ് മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ അയക്കുന്നതെന്ന് അല്ലാഹു പറയുന്നുണ്ട്. അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ റസൂലിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണം അതത് ജനത. ഈ റസൂലിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വഴിപ്പെടാനുള്ളതല്ലാത്തതൊന്നും അവരുടെ ജീവിതത്തിൽ വരാൻ പാടില്ലാത്ത വിധമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സംവിധാനിച്ചിരിക്കുന്നത്. അവരിലേക്ക് കൂടി റസൂലാണല്ലോ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മാനവകുലത്തിലേക്ക്, ഇന്നും വരാനിരിക്കുന്ന മാനവകുലത്തിലേക്കും മാത്രമല്ല, കഴിഞ്ഞുപോയ മാനവകുലത്തിലേക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലാണല്ലോ. ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ. മനുഷ്യവർഗം എന്ന് പറയുന്ന ആ വർഗത്തിനിക്ക് മുഴുവനുമായി കൊണ്ടും റസൂലാണല്ലോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ നബിക്ക് മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള മുർസലീങ്ങൾ അടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും താക്കീത് ചെയ്യുന്ന, അവർക്കെല്ലാവർക്കും സുവിശേഷം അറിയിക്കുന്ന, അവർക്കെല്ലാവർക്കും നിയമം നൽകുന്ന, അവർക്കെല്ലാവർക്കും മാതൃകായോഗ്യമായി ജീവിക്കേണ്ട വിധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി ഒരുക്കിയത്.